ഈശ്വരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്ക് അപ്പുറമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഈശ്വരൻ സങ്കല്പിക്കുകയാണെങ്കിൽ അത് പുരുഷനേക്കാളും അനുയോജ്യമായിട്ട് അമിക്കുന്ന സ്ത്രീക്കാണ്. സ്ത്രീയാണ് ഒരു പുരുഷനെയും സ്ത്രീയും ജനിപ്പിച്ചിരിക്കുന്നത് സ്ത്രീയാണ്. ഭാരതത്തിലും ലോകത്തിലും സ്ത്രീശക്തി ഉണരണം, ഉയർന്നെഴുന്നേൽക്കണം. ഓരോന്നും അമ്മയിൽ നിന്ന് പഠിച്ച പാഠം. അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് എനിക്ക് ചെയ്യാനുള്ള അവയർനെസ് അങ്ങനെയാണ്. ഓരോ ആയിരക്കണക്കിനുണ്ടല്ലേ വിലപ്പെട്ട പറയുന്ന ഭക്തിയുടെ മുമ്പ് നിൽക്കുന്ന പോലെ, കരണ്ടിന് മുമ്പ് നിൽക്കുന്ന പോലെ നമുക്കൊരു അവയർനെസ് കൊണ്ടുവരാൻ അമ്മമാരെ നോക്കിയിട്ട് ചോളരാജ്യത്തൊരു സംഭവം ഓർക്കുകയാണ്. അവിടുത്തെ റാണി ഗർഭിണിയാക്കുമ്പോൾ ഒരു പ്രവചനം ഉണ്ടായി. ഇന്ന സമയത്ത് കുട്ടി ജനിക്കുകയാണെങ്കിൽ എല്ലാ ഗുണങ്ങളുള്ള ഒരു കുട്ടിയായിരിക്കും, സമൂഹത്തിന് നല്ലവണ്ണം സേവിക്കുന്ന കുട്ടിയായിരിക്കും, അങ്ങനെ ഐശ്വര്യവും എല്ലാ രീതികളും മാതൃകയായിരിക്കും. അല്ലാത്ത സമയമാണെങ്കിൽ അതുണ്ടാവില്ല. ഇത് മനസ്സിലാക്കിയ റാണി, ഈ പ്രവചനം കേട്ട റാണി പ്രസവം നടക്കാറായപ്പോൾ അവരെ കാല് രണ്ടും മേലെ കെട്ടിത്തൂക്കി തറയിൽ കൈകുത്തി നിന്ന് ഒരു ഘടികാരം അടുത്ത് വെച്ച്, എന്നിട്ട് സമയമായപ്പോൾ അവർ ഉടനുള്ള തൊഴിലുകളോട് പറഞ്ഞ് എന്നെ കെട്ടയക്കൂ, എൻ്റെ കട്ടിലോട്ട് കടത്താൻ പറഞ്ഞു. അങ്ങനെ കട്ടിലോട്ട് കടത്തി പ്രസവം നടന്നു. ആ കറക്റ്റ് സമയത്ത് പ്രസവിച്ചു. മറ്റേ സമയം മാറിക്കെട്ടി. അപ്പം പ്രസവം കഴിഞ്ഞ് തള്ള മരിക്കുകയും ചെയ്തു. ആ മോനാണ് തമിഴ്നാട്ടിലെ അനവധി നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരമ്മ 2 ജന്മം കൊടുക്കുകയാണ്. അമ്മ അച്ഛന് 1 ജന്മം കൊടുക്കുന്നെങ്കിൽ അമ്മ 2 ജന്മം കൊടുക്കും. കാരണം ജനിപ്പിക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പരിവർത്തനത്തിനുള്ള പുനർജന്മം കൊടുക്കും. അങ്ങനെയായിട്ടാണ് കാണുന്നത്. ലോകത്തിൽ ഈശ്വരനെ മിക്ക രാജ്യങ്ങളും പുരുഷനായിട്ടാണ് സങ്കല്പിക്കുന്നത്. എന്നാൽ ഭാരതത്തിൽ ഈശ്വരനെ സ്ത്രീയായിട്ടും സങ്കല്പിക്കുന്നു. മാതൃദൈവോഭവ, പിതൃദൈവോഭവ, ആചാര്യദേവോഭവ, അതിദേവോഭവ എന്നാണ് വേദവാക്യം. ഏറ്റവും ആദ്യം സ്ഥാനം നൽകുന്നത് അമ്മയ്ക്കാണ്. അങ്ങനെ ഭാരതത്തിൽ മാതാവിനുള്ള സ്ഥാനം ലോകത്തിലെ മിക്ക സംസ്കാരങ്ങളിലും കാണാറില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മളിലേക്ക് ഉണരണം. ഈശ്വരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്ക് അപ്പുറമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഈശ്വരൻ സങ്കല്പിക്കുകയാണെങ്കിൽ അത് പുരുഷനേക്കാളും അനുയോജ്യമായിട്ട് അമിക്കുന്ന സ്ത്രീക്കാണ്. സ്ത്രീയാണ് ഒരു പുരുഷനെയും സ്ത്രീയും ജനിപ്പിച്ചിരിക്കുന്നത് സ്ത്രീയാണ്. ഭാരതത്തിലും ലോകത്തിലും സ്ത്രീശക്തി ഉണരണം, ഉയർന്നെഴുന്നേൽക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് അത്. പുരുഷന് മാത്രം മുന്നേറാൻ കഴിയുന്ന വൻവയാകാതെ സമൂഹം സ്ത്രീയും പുരുഷനും ഒരേപോലെ മുന്നേറാൻ കഴിയുന്ന ഹൈവേ ആകണം. സ്ത്രീ പുരുഷ ബന്ധം സമത്വത്തിലും സഹകരണത്തിലും അടിയുറച്ചതാകണം. സ്ത്രീയും പുരുഷനും തോളോട് മുന്നോട്ട് പോകാൻ കഴിയണം. സംസ്കാരം എന്ന വാക്കിന് ഇംഗ്ലീഷ് കൾച്ചർ എന്ന് പറയും. നമ്മളിൽ രക്തംഗമം മുതലായ ഒരു അംശം സാമ്രാജ്യത്തിൽ നമ്മളുടെ കൾച്ചർ ചെയ്യാൻ കൊടുക്കും. കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന സാമ്പിളുടെ കോശങ്ങളിൽ നിന്ന് ചില ബാക്ടീരിയ വളർത്തക്കണം അന്തരീക്ഷം ലാബിൽ സൃഷ്ടിക്കും. ഇവർ സംസ്കാരമല്ല കൾച്ചർ, ഒരു ആന്തരിക വളർച്ചയാണ്. അത് നടക്കണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം ആദ്യം വീട്ടിലുണ്ടാകണം, പിന്നെ സ്കൂളിലുണ്ടാകണം. 2 രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം. ഇന്ന് ജീവിക്കാനുള്ള വ്യത്യാസം, 2 ജീവിതത്തിനുള്ള വിദ്യാഭ്യാസം. ജീവിക്കാൻ വൈകിട്ടപ്പഴപ്പിന് പഠിത്തം നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെയും ലോകവസ്തുവിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ വിചാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന തത്വമാണ്. അതൊരു സ്കൂളിൽ നിന്നോ കൊള്ളാതെ നിന്നോ പഠിക്കാൻ പറ്റുന്നതല്ല. അത് നമുക്ക് നമ്മുടെ അച്ഛന്മാരിൽ തന്നെ കിട്ടേണ്ടതാണ്. അതാണ് മൂല്യങ്ങൾ. സമൂഹത്തിൽ താളലയം കൊണ്ടുവരുന്ന സ്നേഹത്തെയും ക്ഷമയെയും ഒക്കെ നിലനിർത്തിയിരിക്കുന്നതാണ്.
ഓരോ കർമ്മത്തിന്റെ മാനദണ്ഡം ധർമാധർമ്മമാണ്. ആ ധർമാധർമ്മം വീട്ടിൽ തന്നെയാണ് ജീവിച്ചു കാണിക്കണം. ജീവിച്ചു കാണിക്കുന്ന വീട്ടിൽ നിന്നാണ്. എന്താണ് ധർമാധർമ്മം? അത് കൂടുതൽ പഠിക്കാൻ പുസ്തകത്തിൽ കാണുന്നാലും ജീവിച്ച് കാണിക്കുന്നത്. പണ്ട് ആ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ ഒരു അമ്മയാണ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാകണം. നമ്മുടെ ആശ്രമത്തിൽ ഈ ഗീത എല്ലാം പഠിപ്പിച്ച സത്സംഗം ഗ്രഹിച്ചു കുഞ്ഞുങ്ങള് സ്കൂളിൽ പോയിട്ട് വന്ന് പറയാം, ആ കുട്ടി വിഷമിച്ചിരിക്കുന്നു, അവരുടെ അമ്മയ്ക്ക് എന്തോ അസുഖമാണ്, അമ്മ അവര് അസുഖം സുഖപ്പെടുക്കണേ എന്നോട് പ്രാർത്ഥിക്കും. മറ്റേ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയി, കഷ്ടമാണ് അവരുടെ ജീവിതം, അമ്മ എങ്ങനെയെങ്കിലും അവർക്ക് ശക്തി ഇട്ടുകൊടുക്കണേ എന്നൊക്കെ എന്നോട് കുട്ടികൾ വന്ന് പറയും. ആ മാത്രമല്ല ഇവർക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്ന് അവരെ സഹായിക്കുന്നുണ്ട്, പഴയ കൊണ്ട് കൊടുക്കും. അപ്പോൾ ആത്മീയ മനസ്സിലാക്കിയ കുഞ്ഞുങ്ങള്, അതൊന്ന് മനസ്സിലാക്കിയ കുഞ്ഞുങ്ങള് സ്കൂളിൽ പോയി അവർ ചെയ്തിട്ട് മറ്റവരെ കുതിരി പിടിക്കുക, തള്ളുക, അവരുടെ കയ്യിലിരിക്കുന്ന പിടിച്ചു പറിക്കുക, ഇതൊക്കെയാണ് സ്കൂളിൽ കണ്ടത്. അപ്പൊ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ദൈവഗുണങ്ങളും അസുരഗുണങ്ങളും കാണാൻ തുടങ്ങി. ഇത് ഭൂമിയിൽ തന്നെയല്ലേ സൃഷ്ടിക്കേണ്ടത്, ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് പറയും. അപ്പൊ നമ്മൾ 10 പേര് പഠിക്കാം, 5 പേര് മാറിയാലാണ് ഒരു മാറ്റം ഉണ്ടാകാൻ സമൂഹത്തിൽ ചിന്തിക്കുന്നത്. എൻ്റെ അമ്മ എന്നെ വളർത്തിയത് നദി ദേവിയാണ്, മൂത്രമൊഴിക്കൽ തുപ്പരുത്. എനിക്ക് നദിയിൽ ഇറങ്ങുമ്പോൾ തന്നെ തണുപ്പ് പറ്റുമ്പോൾ കുളിർ വന്ന് മൂത്രം വരും. പെട്ടെന്ന് ആ ചെറുപ്പത്തിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് അറിയാതെ തന്നെ അവിടെ നാള് സ്വിച്ച് ഓഫ് ചെയ്യും. അത് രണ്ടർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് നദിക്കല്ല ഗുണം, വീണ്ടും കുളിക്കുമ്പോൾ നമുക്കാണ് നല്ല വെള്ളത്തിൽ കുളിക്കാൻ സാധിക്കും. പിന്നെ എണ്ണം കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കാമം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ആ മൂല്യമുള്ളതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റി. ഇതിനെ അതിന്റെ സ്ഥാനം നിർത്തിക്കൊണ്ട് പോകാൻ പറ്റി. ഇപ്പൊ സഹോദര ബന്ധമല്ല, അമ്മമാരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോഴും കുട്ടികളുടെ ഫോണൊക്കെ നോക്കുന്നുണ്ട്, അവികാരത്തെ കൂടുതൽ ഉണർത്തുന്നതാണ്. പിന്നെ കഴിക്കുന്ന ആഹാരങ്ങളും കൂടുതൽ ഹോർമോൺ വർദ്ധിച്ച് വികാരം വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പൊ മൂല്യവുമില്ല, അവർ ഒരു ലഹരിയും കഴിക്കും. ഇതാണ് ചുറ്റുപാടിന്ന് കിട്ടുന്നത്. കള്ളു കുടിച്ച ഒരു കുരങ്ങനെ കാലെ തേളുകുത്തി തലയിൽ തേങ്ങ വേണം, പിന്നെ എന്താക്കിയ അവസ്ഥ. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ഈ മൂല്യമുള്ളപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനെ വെണ്ണെടുത്ത് ബ്രേക്ക് പോലെ തിരിച്ചെത്താൻ സാധിക്കും. അപ്പൊ മൂല്യം വീട്ടിൽ നിന്ന് കൊടുക്കണം. അത് പുസ്തകത്തിൽ പഠിക്കാൻ കിട്ടുന്നതല്ല. എൻ്റെ അമ്മ സാധാരണ ശബരിമല പോകുമ്പോൾ അന്നദാനം നടക്കാറുണ്ട്. പറഞ്ഞ 50 ഇല കൊണ്ടുവരാനോട് പറഞ്ഞു. ഞാൻ വൃക്ഷത്തിന്റെ ശാഖ ഒടിഞ്ഞ് അടഞ്ഞ് അതെടുത്തോണ്ട് വന്ന് കൊടുത്തു. അപ്പൊ ഒരു 500 ഇല കാണും. അപ്പൊ ആ വടി വെച്ച് എന്നെ അടിച്ചു. 50 ഇലയ്ക്ക് 500 ഇല വേസ്റ്റാക്കി വെച്ചു. ശരി, എനിക്ക് അടിച്ചപ്പോൾ വേദന വന്നില്ല. കാരണം അതിൽ നിന്ന് മനസ്സിലാക്കിയ അമ്മ അതിന്റെ ആയുസറ്റ് വീഴാൽ അതിനെ ദ്രോഹിച്ചതില്ല, ഞാൻ ദ്രോഹിച്ചു. അങ്ങനെ പെട്ടിക്കൊണ്ട് ദ്രോഹിച്ചു. അല്ലെങ്കിൽ അത്രയും നേരം ഓക്സിജൻ നോക്കുന്നില്ല, ഓക്സിജൻ തരും. അതൊന്നും പിന്നെ ആവശ്യത്തിന് എടുക്കാവുള്ളൂ, ആഗ്രഹം ചെയ്യരുത്. 2000 രൂപയുടെ വാച്ചിട്ടുള്ള സമയം അറിയും, 1 കോടി രൂപയുടെ വാച്ചിട്ടാണ് സമയം, 1 ലക്ഷം രൂപയുടെ വാച്ചായിട്ട് സമയം. അപ്പൊ ആവശ്യത്തിന് എടുത്താൽ മറ്റുള്ളവർക്കും അതിലൊരു ഭാഗം കിട്ടുമെന്നുള്ളതാണ്. അതിൽ നിന്ന് അതാണ് അമ്മ ഞാൻ പഠിച്ചത്. അമ്മയുടെ പിന്നെ ഒരു ഇല പോലും ഞൊല്ലാൻ തോന്നിയില്ല. ആ വൃക്ഷത്തെ വീണ്ടും നട്ടുവടുത്ത പ്രേരണയാണ് അമ്മയ്ക്ക് ഉണ്ടായത്. എൻ്റെ മുടി ചെറുപ്പത്തിൽ തരും. മുടി കയ്യിൽ അമ്മ ചുറ്റിയിട്ട് എൻ്റെ കൈ തന്നിട്ട് പറയും, ഇതുകൊണ്ട് തുറന്നിടാൻ. വീണ്ടും തുറന്ന ഇട്ടു. അതായത് എല്ലാ വേസ്റ്റുകളും കൊണ്ട് വേസ്റ്റ് പാത്രത്തിടാൻ പറയും, വേസ്റ്റ് കൊണ്ടിടാൻ പറയും. ഇത് മാത്രം തുറന്നിടാൻ പറയും. ഒരു സംശയമായിരുന്നു. പിന്നിൽ ഞാൻ മുകളിൽ നിൽക്കുമ്പം ഒരു പക്ഷിയുടെ കാലിൽ ഈ നൂല് തുരുങ്ങി. അമ്മ കൊണ്ടിട്ടല്ല, വേറെ എവിടെ കിടന്ന അത് പറഞ്ഞു വന്നതല്ല. ആ മുടി കാലെ കുരുങ്ങി, എന്നിട്ട് പറക്കാൻ പറ്റുന്നില്ല, ചാടിച്ചാടി നടക്കും. ഒരു പൂച്ച ഓടി വന്നിട്ട് ഇതിനെ കയറി പിടിച്ചു. അപ്പൊ മനസ്സിലാക്കി, ചെറിയ 3, 4, 5 മുടി ശ്രദ്ധയില്ലാതിട്ട ഒരു ജീവിയെ വരെ കൊല്ലാം. അപ്പൊ ഓരോന്നും അമ്മയിൽ നിന്ന് പഠിച്ച പാഠം. അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് എനിക്ക് ചെയ്യാനുള്ള അവയർനെസ് അങ്ങനെയാണ്. ഓരോ ആയിരക്കണക്കിനുണ്ടല്ലേ വിലപ്പെട്ട പറയുന്ന പട്ടിയുടെ മുമ്പ് നിൽക്കുന്ന പോലെ, കരണ്ടിന് മുമ്പ് നിൽക്കുന്ന പോലെ നമുക്കൊരു അവയർനെസ് കൊണ്ടുവരാൻ
അമ്മമാരെ നോക്കിയിട്ട്